ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് 35 വീക്സിൽ ചെക്കപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി പോയി. അപ്പോൾ നമ്മൾ പോണേൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ടാവും. അതെല്ലാം കഴിഞ്ഞിട്ടാണ് വന്നിട്ട് ഇൻട്രോ പറയുന്നത് കേട്ടോ. അപ്പോൾ സൗണ്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പോയി എന്താ പറയുക, ചെക്കപ്പൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത് കുറച്ച് ഭാഗങ്ങൾ നമ്മൾ കണ്ടു നോക്കുക. പിന്നെ നമ്മൾ അതുപോലെ തന്നെ ഉണ്ണിക്കുള്ള എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്തു. ഓൾറെഡി ഞാൻ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് ഉണ്ട്. അത് കൂടാണ്ട് ഇന്നിപ്പോൾ ദേ എല്ലാം പർച്ചേസ് ചെയ്ത് വെച്ചു. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തേത്. ഇനി അവസാനത്തെ അത്ര ഭാഗങ്ങൾ നിങ്ങൾ കണ്ടു നോക്കുക. നമ്മളെങ്ങനെ പോകണം? അപ്പോൾ ഇത് ഞങ്ങളൊക്കെ റെഡിയായി. അമ്മ, അച്ഛൻ, ഞാൻ, ഉണ്ണി കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ പിറ്റേ ദിവസമാണ്. അതുകൊണ്ട് തന്നെ ചെറിയ തിരക്കുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മുൻകൂട്ടി നേരത്തെയാണ് ഇറങ്ങുന്നത് കേട്ടോ. വീട്ടിൽ നിന്ന് ഫയലൊക്കെ എടുത്തു. നമ്മൾ നേരെ വണ്ടിയിൽ കയറാൻ പോവാണ്. അച്ഛൻ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനി നമുക്ക് ഹോസ്പിറ്റലിലേക്ക് നേരെ പോവാം. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി. എന്താ പറയുക, റെസിപ്റ്റൊക്കെ എടുത്ത് BP ഒക്കെ ചെക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാണ് ഡോക്ടറെ. അങ്ങനെ പിന്നെ ഇതാണ് നമ്മുടെ ഡോക്ടറുടെ റൂം കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഡോക്ടറൊക്കെ കണ്ട് ഇറങ്ങി അവിടെ നിന്ന്. അങ്ങനെ പിന്നെ ഇതിൻ്റെ വിശേഷങ്ങൾ ഞാൻ ലാസ്റ്റ് അപ്ഡേറ്റ് ഇത് പറയാം കേട്ടോ, എന്തൊക്കെ പറഞ്ഞെന്നുള്ളത്. ഇനി നമ്മൾ നേരെ നമ്മളുടെ ഡ്രസ്സും സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പോവാണ്. ഇതൊക്കെയാണ് തന്നിട്ടുള്ളത് കേട്ടോ. അൾട്രാസൗണ്ട് സ്കാനിങ്ങിനൊക്കെ തന്നിട്ടുണ്ട്. ലാസ്റ്റത്തെ 9th മന്തിലെ ഗ്രോത്ത് സ്കാന്, പിന്നെന്താ ഉണ്ണിക്ക് മേടിക്കേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ്, ലേബർ റൂമിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, പിന്നെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഞാൻ അവിടുന്ന് ഹോസ്പിറ്റലിൽ തന്നെ മോംസ് പാഡ് മേടിച്ചു. കാരണം ഞാൻ പോയ ഷോപ്പിൽ മോംസ് പാഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഹോസ്പിറ്റലുള്ള കാരണം അവിടെ നിന്ന് അങ്ങോട്ട് മേടിച്ചു. പിന്നെ റിലീഫ് മെഡിക്കൽസിൽ കയറിയിട്ട് ഉണ്ണിക്കുള്ള പമ്പേഴ്സ്, നെയിൽ കട്ടർ, പിന്നെന്താ ബഡ്സ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ, ബേബി സോപ്പ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ, ഡിറ്റർജൻറ്റൊക്കെ അവിടെ നിന്ന് മേടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമുക്ക് ജനതയിൽ പോയിട്ട് ഡ്രസ്സ് ഷോപ്പിൽ പോയിട്ട് നമ്മൾ ഉണ്ണിക്കുള്ള കുറച്ച് ഡ്രസ്സും കൂടി സാധനങ്ങളും കൂടിയൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. എനിക്കുള്ള കുറച്ച് ഐറ്റംസൊക്കെ അത് മൊത്തം പർച്ചേസ് ചെയ്തു. ഓൾറെഡി കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടു പോയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബക്കറ്റ് കാര്യങ്ങളൊക്കെ വേറെ ഷോപ്പിൽ കയറിയിട്ട് മേടിച്ചു. പിന്നെ നേരെ വീട്ടിലേക്ക് വന്നു. പിന്നെ ബബ്ലു നന്നായിട്ട് മുതലാക്കി. അവൾക്ക് എവിടെ പോയാലും, പണ്ട് ഈ സ്വഭാവം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അവൾക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ കിട്ടണം. ഇപ്പോൾ ബബിൾസ് ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ മിഠായി, പിന്നെ എന്തൊക്കെ ഇൽക്കമ്പട്ടി, അതൊക്കെ മേടിച്ചു കൊടുത്തു. ഈ ഐറ്റംസൊക്കെയാണ് നമ്മൾ മേടിച്ചത്. അത് ഞാൻ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. പിന്നെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ എന്തൊക്കെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം, ബിഫോർ ഡെലിവറിയും ആഫ്റ്റർ ഡെലിവറിയും നമ്മൾ എന്തൊക്കെ മേടിക്കണം, അതൊക്കെ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ് വേറെ ആയിട്ടും ചെയ്യാം കേട്ടോ. എന്തൊക്കെ നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളത് ഒരൊറ്റ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. അങ്ങനെ 2 വീഡിയോസായിട്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് പർച്ചേസ് ചെയ്തത്. ബാക്കി കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റ് പറയുന്നതാവും. ഇതിൽ പിന്നെ ടിഷ്യൂ, ഡ്രസ്സ് ഉണങ്ങാൻ വേണ്ടിയിരുന്ന ക്ലിപ്പ്, പിന്നെ കപ്പ്, ബക്കറ്റ്, അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ്. ഇതിൽ പിന്നെ പാഡ്, അതുപോലെ തന്നെ പമ്പേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതൊക്കെ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ഇതൊക്കെ പറഞ്ഞിട്ട് ലേറ്റ് ആക്കുന്നില്ല. നേരെ നമുക്ക് ഹോസ്പിറ്റൽ അപ്ഡേറ്റ്സിലേക്ക് പോവാം.
ഓക്കെ, അപ്പൊ നമ്മള് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇന്നത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഡോക്ടറെ അടുത്ത് പോയപ്പോ കുറച്ച് പേടിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. പേടിപ്പിക്കാനൊന്നല്ല, നല്ലതാണ്. പിന്നെ എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ട്, കാരണം വിഷ്ണു ഇപ്പൊ പോയിട്ടുള്ളൂ, പെട്ടെന്ന് വരേണ്ടി വരുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ട്. ഞാൻ എങ്ങനെയെങ്കിലും ജൂൺ വരെ എത്തിക്കണം എന്ന് വിചാരിച്ചതാ. അപ്പൊ ഇന്ന് പോയപ്പോ ഡോക്ടർ പറഞ്ഞു ഉണ്ണി ഇറങ്ങി വന്നിട്ടുണ്ട്, മേ ബി നോർമൽ ഡെലിവറി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ പെട്ടെന്ന് ഉണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ 9 ദിവസം കഴിഞ്ഞിട്ട് ഒരു സ്കാനിങ് പറഞ്ഞിട്ടുണ്ട്, ഗ്രോത്ത് സ്കാന് 36 വീക്സില്. അപ്പൊ ഇതൊന്നും എടുത്തായോ അതൊക്കെ പിന്നെ നോക്കാം. ഞാൻ സാധനങ്ങൾ മേടിച്ചപ്പോ അതൊക്കെ നോക്കാട്ടുള്ളു. അപ്പൊ ഗ്രോത്ത് സ്കാൻ എഴുതി തന്നിട്ടുണ്ട് ഡോക്ടർ. പിന്നെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ഡെലിവറിക്ക് പോകുമ്പോ നമ്മൾ ലേബർ റൂമിലേക്ക് വേണ്ട സാധനങ്ങൾ ലൈക്ക് വലിയ വെള്ളത്തുണി വേണം, അതുപോലെ തന്നെ വലിയ ടവല് 2 വേണം, പിന്നെ വെളിച്ചെണ്ണ വേണം, സാനിറ്ററി പാഡ് വേണം, മോംസിന്റെ പാഡ് കേട്ടോ, പിന്നെ അടുപ്പുള്ള ചെറിയ ബക്കറ്റ്സ്, എന്താ പറയാ, ചെറിയ ബക്കറ്റ് വേണം, പിന്നെ കഷ്ണങ്ങളാക്കിയ വെള്ളത്തുണി വേണം, പിന്നെ ബേബിയുടെ ഡയപ്പർ വേണം. അത്രയൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിന്റെ ഇംഗ്ലീഷിൽ രണ്ടും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഗർഭിണികൾ പെട്ടെന്ന് തന്നെ അഡ്മിറ്റ് ആവേണ്ട സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് അനക്കക്കുറവ് കണ്ടു കഴിഞ്ഞാൽ വരണം. പിന്നെ അതുപോലെ തന്നെ കൃത്യമായ ഇടവേളകളിൽ വിട്ടുവരുന്ന വയറുവേദന, തണ്ടൽ കഴപ്പ്, നമ്മുടെ പ്രസവവേദനയ്ക്ക് അറിയാലോ, ബാക്കിൽ നിന്ന് നമുക്ക് ഫ്രണ്ടിലേക്ക് വരുന്ന ആ ഒരു പെയിൻ വന്നു കഴിഞ്ഞാൽ വരണം. പിന്നെ വജീനയിലൂടെ ഉള്ള രക്തസ്രാവം, ബ്ലീഡിങ് പെർ വജീന, പിന്നെ മൂത്രം പോലെ വെള്ളം ഒഴുകി പോവുക, നമ്മളെ വെള്ളം വാട്ടർ ബ്രേക്ക് ആവുന്ന അവസ്ഥ, പിന്നെ വേദനയോടൊപ്പം ഇടയ്ക്കിടയ്ക്ക് മൂത്രം പോകുന്ന തോന്നല്, അങ്ങനത്തെ ഒക്കെ കേസ് വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ എത്തണം. അങ്ങനത്തെ കണ്ടീഷൻസ് എഴുതി വന്നിട്ടുണ്ട്. പിന്നെ പ്രസവത്തിന് പ്രിപ്പയർ ആവാനുള്ളത് വേറെ തന്നിട്ടുണ്ട്, എന്തൊക്കെ അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മള് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ ഉണ്ണി വന്നു കഴിഞ്ഞാൽ പിന്നെ ഫീഡ് ചെയ്യണമല്ലോ, അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ പ്രസവം കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്, പിന്നെ ഈ നമ്മള് ഫീഡ് ചെയ്യുമ്പോഴുള്ള മുലയൂട്ടുമ്പോഴുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, പിന്നെന്താ ജനനശേഷം കുഞ്ഞുങ്ങളിൽ കാണുന്ന ചില മാറ്റങ്ങള്, നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ഉണ്ണിനെ. അപ്പൊ നമ്മൾ ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ അറിഞ്ഞിരിക്കണം, ഡെലിവറിക്ക് മുന്നേ എന്തൊക്കെ അറിഞ്ഞിരിക്കണം, അതൊക്കെയാണ് ഇപ്പൊ തന്നിട്ടുള്ളത്. പിന്നെ ഡോക്ടർ വീഡിയോ തന്നിട്ടുണ്ട് പ്രസവത്തിന് വേണ്ടി പ്രിപ്പയർ ആവാൻ വേണ്ടിയിട്ട്. അത്രയും കാര്യങ്ങൾ ഇപ്പൊ ഈ ചെക്കപ്പിന് പോയപ്പോ പറഞ്ഞപ്പോ ഓൾറെഡി പ്രിപ്പയർ ആയിട്ട് ഇരിക്കാൻ പറഞ്ഞേക്കാണ്. പിന്നെ 10 ദിവസം കഴിഞ്ഞിട്ട് ചെക്കപ്പിന് വരാൻ പറഞ്ഞിട്ടുണ്ട്, സ്കാനിങ് ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് അഡ്മിറ്റ് ഡേറ്റ് പറയും വിചാരിക്കുന്നു. അതൊക്കെയാണ് അപ്ഡേറ്റ്. പിന്നെ സാധനങ്ങളൊക്കെ മേടിച്ചു. ഇനി 2 ദിവസമായിട്ട് ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി സെറ്റാക്കിയിട്ട് പെട്ടിയിലാക്കി റെഡിയാക്കി റെഡി ആയിട്ടിരിക്കുന്നു. അത്രയും കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ വേറെ വീഡിയോ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.